നമ്മൾ യൂദായുടെ ലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂദായുടെ ലേഖനത്തിന്റെ 25 വാക്യങ്ങളെ ഉള്ള യൂദായുടെ ലേഖനം അതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ യൂദായുടെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ചിന്തിച്ചിരുന്നു. എങ്കിലും നമ്മൾ 2 ഡിവിഷൻ ഇത് കാണുന്നുണ്ട്. ഒന്ന് അവരെന്നും മറ്റേ നിങ്ങളെന്നും 2 വിഭാഗമായിട്ട്. ഈ 2 വിഭാഗങ്ങളും വാസ്തവത്തിൽ ഒരു കൂട്ടായ്മയിലുള്ളവർ തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചിൽ അല്ലെങ്കിൽ ഒരു ഗാദറിംഗ്, ഒരു കൂടിവരവിലുള്ളവർ തന്നെയാണ്. അവരെ 2 സെക്ഷനായിട്ട് അല്ല 2 ഭാഗമായിട്ട് യൂദ തൻ്റെ ലേഖനത്തിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നു, എഴുതിയിരിക്കുന്നു. ഒന്ന് അവരെന്നും മറ്റേ നിങ്ങളെന്നും. അപ്പൊ അവർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ആരാണ് ഈ അവർ? അവരെന്ന് പറയുന്നത് അവർ സഭയിൽ വന്നവരാ. പക്ഷെ യൂദായുടെ ഒരു പ്രത്യേകമായ ഒരു വിശേഷണം അവരെ കുറിച്ച് പറയുന്നത് അവർ നുഴഞ്ഞു വന്നവരെന്ന്. അവർ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് കൂടിയിരുന്ന സഭയിൽ ഇവർ നുഴഞ്ഞു വന്നവരാ. അപ്പൊ നുഴഞ്ഞു വന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണ് എന്ന് ചില കാര്യങ്ങൾ അവരെ കുറിച്ചുള്ള ചില സൂചനകൾ തരുന്നുണ്ട്. അവര് സ്വപ്നാവസ്ഥയിൽ ജീവിക്കുന്നവരാ, അവർ ജഡത്തെ മലിനമാക്കുന്നവരാ എന്ന് മാത്രമല്ല, അവര് നിങ്ങളോട് കൂടെ എന്നൊരു പദപ്രയോഗം, നിങ്ങളോട് കൂടെ നിങ്ങളുടെ വിരുന്നുകളിൽ നിങ്ങളെ ഭയം കൂടാതെ തീറ്റിക്കുന്നവരാണ് എന്ന് മാത്രമല്ല, ആ വിരുന്നിൽ അതിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണ് അവർ. നമുക്കറിയാം, ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്തൊരു കല്ല്, നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് നമ്മളൊരു കല്ല് കടിക്കുകയാണെങ്കിൽ ആകെ അസ്വസ്ഥരാകും എന്ന് പറഞ്ഞ കൂട്ട് ആകെ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. എന്ന് പറഞ്ഞ പോലെ ഇവര് നിങ്ങളുടെ സദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണ്. അവരെ കുറിച്ച് പിന്നെ പല വിശേഷം പറയുന്നത് തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽത്തിരകളാണ്. ഇങ്ങനെ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു കാര്യം അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിന്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ആദാം മുതൽ 7-മനായ ഹാനോക്കും ഇവരെ കുറിച്ച്. അപ്പോ ഇങ്ങനെയുള്ള ഇവരെ കുറിച്ച് പറയുന്നത് ആദാം മുതൽ 7-മനായ ഹാനോക്ക്. ഈ 7-മനായ ഹാനോക്ക്, ആദാം മുതൽ 7-മനായ ഹാനോക്ക് എന്ന് പറയാൻ കാരണമുണ്ട്. ആദാം മുതൽ ആദാമിന്റെ 3-ാമത്തെ മക്കളിലെ ഒരു വിഭാഗത്തിൽ ഒരു ഹാനോക്ക് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് ആദാം മുതൽ 7-മനായ ഹാനോക്ക് എന്ന് പറയുന്നത്. ഈ ഹാനോക്ക് ജീവിച്ച കാലം നമുക്കറിയാം. ആദാം മുതൽ 7-മനാണ്. പക്ഷെ ഈ ഹാനോക്ക് ജീവിക്കുന്ന 7-മനായ ഹാനോക്ക് ജീവിക്കുന്ന കാലത്തും ആദ്യ മനുഷ്യനായ ആദാം ജീവിച്ചിരിപ്പുണ്ട്. ഹാനോക്കിന്റെ മകനായ മെഥൂശലഹിന് ഏകദേശം 3 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആദാം മരിക്കുന്നത്. അപ്പൊ ആദാം മുതൽ 7-മനായ ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു, പ്രവചിച്ചിരുന്നു. പ്രവാചകൻ എന്ന ഹാനോക്കിന്റെ പ്രവചനം എന്നൊരു പ്രവചനം നമ്മൾ കാണുന്നില്ല, ബൈബിളിൽ കാണുന്നില്ല. ഹാനോക്ക് പ്രവചിച്ചിരുന്നു എന്നുള്ളത് ഈ യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്ന ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു. ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ട മനുഷ്യനാണ്. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ആ 365 സംവത്സരത്തിലെ 65 സംവത്സരത്തെ കുറിച്ച് ബൈബിളിൽ പ്രത്യേകിച്ച് ആത്മീയമായ സ്ഥിതിയെക്കുറിച്ചൊന്നും ഹാനോക്കിന്റെ സ്ഥിതിയെക്കുറിച്ച് നമ്മൾ കാണുന്നില്ല, എഴുതിയിട്ടില്ല, നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഹാനോക്കിന് 65 വയസ്സായപ്പം അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹ് ജനിച്ചതിന് ശേഷം ഉള്ള 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിശേഷമായ ഒരു കാര്യം, ഈ മെഥൂശലഹ് ജനിച്ചതിന് ശേഷമാണ് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ തുടങ്ങിയത്. മെഥൂശലഹ് ജനിക്കാൻ ഹാനോക്കിന് 100 വയസ്സുള്ളപ്പോഴായിരുന്നു മെഥൂശലഹ് ജനിച്ചതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹാനോക്ക് ആ 100-ാമത്തെ വയസ്സ് പോലെ ദൈവത്തോടുകൂടെ നടക്കാൻ സാധ്യതയുള്ളൂ. അതിന് കാരണം മെഥൂശലഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവന്റെ ശേഷം അത് സംഭവിക്കുന്ന. അപ്പോൾ ഈ ഹാനോക്ക് ഒരു പ്രവാചകനായിരുന്നു.
ഈ പ്രവാചകനായിരുന്ന ഹാനോക്കിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോവാ. അതുകൊണ്ട് അതെപ്പോൾ സംഭവിക്കും? അത് സംഭവിക്കുന്നത് ഈ മെഥുശലേഖിന്റെ ശേഷം അത് സംഭവിക്കും. ഇവന്റെ ശേഷം അത് സംഭവിക്കും. ഇവന്റെ ശേഷം പ്രളയമെന്നും ഇവന്റെ ശേഷം സംഭവിക്കുമെന്നും ഒക്കെയുള്ള അർത്ഥമാണ് മെഥുശലേഖ് എന്ന വാക്കിന് ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം അങ്ങനെ. അപ്പൊ ഹാനോക്കിനൊരു കാര്യം മനസ്സിലായി. ഇനി പണ്ട് ജീവിച്ച പോലെ ജീവിച്ചാൽ ഈ ന്യായവിധിയിൽ താനും ഉൾപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവത്തിന്റെ ശിക്ഷയിൽ, ദൈവത്തിന്റെ ഈ ന്യായവിധിയിൽ താൻ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ ദൈവത്തോടു കൂടെ നടന്നേ മതിയാവും. അപ്പൊ ഇനി ദൈവത്തോടു കൂടെ നടന്നില്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കളി മാറും എന്നുള്ള ബോധ്യം ഹാനോക്ക് ഒരു പ്രവാചകനും കൂടെ ആയിരുന്നോണ്ട് ഹാനോക്ക് മനസ്സിലായി. അതുകൊണ്ട് ഹാനോക്ക് ചെയ്തത്, ഹാനോക്ക് മെഥുശലേഖ് ജനിച്ചതിന് ശേഷം 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തോടു കൂടെ നടന്ന് ഹാനോക്കിനെ കുറിച്ച് എഴുതി, ദൈവത്തോടു കൂടെ ദൈവം അവനെ എടുത്തുണ്ടാ കാണാതെയായി. എന്നാല് ഹാനോക്കിനെ കുറിച്ച് ഒന്നുകൂടെ അധികമായിട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കാം, ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പൊ എടുക്കപ്പെടുന്നതിന് മുൻപേ, ഹാനോക്ക് ഈ ലോകം വിടുന്നതിന് മുൻപേ ദൈവത്താൽ ഒരു സാക്ഷ്യം ഹാനോക്കിന് ലഭിച്ചിരുന്നു. ആ സാക്ഷ്യം എന്ന് പറയുന്നത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളതാണ്. സഹോദരന്മാരെ, പ്രിയ സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം വിടുന്നതിന് മുൻപ് ഞാനും നമ്മളിൽ ഓരോരുത്തരും ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള ദൈവത്തിന്റെ സാക്ഷ്യത്തോടു കൂടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകണം എന്നാണ്, ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ ആഗ്രഹവും ചിന്തയും നമ്മുടെ ജീവിതവും അതിനുവേണ്ടി ആയിരിക്കണം. ഈ ലോകത്തിൽ നമ്മൾ കടന്നു പോയതിനു ശേഷം, ഈ ലോകം വിട്ടതിന് ശേഷം ഒരിക്കലും നമുക്ക് ഒന്നും പിന്നെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒരു ഭാവനയിൽ കാണാറുണ്ട് ആ കാര്യത്തെ കുറിച്ച്. അതായത്, നമ്മൾ SLC പരീക്ഷ എഴുതാന്ന് വിചാരിക്കുക. ഫൈനൽ 10 ക്ലാസ് പഠിച്ചു, 10ാമത്തെ ക്ലാസ്സിൽ SLC പരീക്ഷ. അപ്പൊ SLC പരീക്ഷയിൽ നമ്മൾ 2 മണിക്കൂർ പരീക്ഷ ഉണ്ടായിരുന്നു. ചോദ്യക്ലാസ് കിട്ടി, നമ്മൾ എക്സാം ഒക്കെ എഴുതി, നമ്മൾ പുറത്ത് വന്നു, ബെല്ലടിച്ചു, എല്ലാവരും പുറത്ത് വിട്ടു. പുറത്ത് വിട്ടതിന് ശേഷവും ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളൊക്കെ ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പുറത്ത് വന്നതിന് ശേഷം നമ്മൾ എഴുതിയത് ശരി തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു കടലാസ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടെ നോക്കും, ശരിയാണോ തെറ്റാണോ എന്താ എഴുതിയത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ നല്ലപോലെ പഠിച്ച കാര്യമായിരുന്നു, ഒരു കണക്ക് നല്ലപോലെ നമുക്കറിയാമായിരുന്നു. പക്ഷെ നമുക്ക് പെട്ടെന്ന് ബോധം വരികയാണ്, അയ്യോ അത് എഴുതിയത് മാറിപ്പോയി, തെറ്റിപ്പോയി. നല്ലപോലെ അറിയാവുന്ന കണക്കായിരുന്നു, പക്ഷെ ഇപ്പം ആൻസർ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് തെറ്റായിട്ടാണ്. അപ്പൊ അങ്ങനെ ബോധം വരുമ്പോൾ നമ്മൾ ഓടി സാറിന്റെ അടുത്തോട്ട് ചെല്ലുക. സാറേ, എനിക്ക് നല്ലപോലെ അറിയാവുന്ന ചോദ്യമായിരുന്നു, പക്ഷെ ഞാൻ എഴുതി തെറ്റിപ്പോയി, എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു, സാർ ആ പേപ്പർ ഒന്ന് തരുമോ, എനിക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാനായിരുന്നു, എനിക്ക് അറിയാവുന്നതായിരുന്നു എന്ന് പറയാമെന്ന് വിചാരിക്കാം. ഈ അധ്യാപകൻ നമുക്ക് ആ പേപ്പർ ഒരിക്കലും തരത്തില്ല. കാരണം നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയാണ് പരീക്ഷ നടക്കുന്നത്. ഈ ലോകത്തിലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമുക്ക് അവസരങ്ങൾ ദൈവം എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്. ദൈവത്തെ അറിയാനും കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ജീവിക്കാനും ആണ് ദൈവം ഓരോ മനുഷ്യർക്കും, പ്രത്യേകിച്ച് ദൈവമക്കളായിരിക്കുന്നവർക്ക് അതിന്റെ അവസരങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ആ അവസരങ്ങൾ നിഷേധിച്ചതിന് ശേഷം, അല്ലെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതിരുന്നതിന് ശേഷം, നമ്മുടെ ഈ ലോകത്തിൽ ജീവിതം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആ എക്സാമിന്റെ ലാസ്റ്റ് ബെല്ലും അടിച്ചു കഴിഞ്ഞിട്ട് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു പ്രയോജനമില്ലാത്ത പോലെ തന്നെ ഈ ലോകം വിടുന്നതിന് മുൻപേ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന ദൈവത്തിന്റെ സാക്ഷ്യത്തോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകണം എന്നതായിരിക്കണം നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അതായിരിക്കണം നമ്മുടെ ശ്രമവും അതിനു വേണ്ടി ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കുറിച്ച് ഹാനോക്ക് പ്രവചിച്ചു. ദൈവം ഭക്തിയോട്ടവരൊക്കെ ന്യായം വിധിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഹാനോക്കിന് ആ ബോധ്യം ഉണ്ടായി. മെഥുശലേഖ് ജനിച്ചതിന് ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുണ്ടാകാൻ കാണാതെയായി. അവൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുൻപ് തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന സാക്ഷ്യം അവർ പ്രാപിച്ചു. അപ്പൊ ഈ ഹാനോക്കും ഈ
അവരെ കുറിച്ച് അവരെന്ന് ഇവിടെ യൂദാ ലേഖനത്തിൽ അവരെന്ന് പറയുന്ന ആ രണ്ടാമത് ഇപ്പൊ പറഞ്ഞത് ഇവരും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഈ അവരെ ദൈവം ന്യായം വിധിക്കാൻ വരുന്നു എന്നുള്ളതാണ് യൂദ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ ന്യായം വിധിക്കാൻ ദൈവം വരുന്നുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നത് ഭക്തി കെട്ടവരെ ന്യായം വിധിക്കാൻ വേണ്ടിയാണ്. ഇനി തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ എബ്രായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി, അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും വരും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഈ ലോകത്തിലെ ജീവിതത്തിന്റെ അനുസൃതമായ ന്യായവിധി കൊടുക്കാനും വേറൊരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം കൊടുക്കാനുമാണ്. അപ്പോൾ പ്രതിഫലം ആണോ നമുക്ക് ആ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ലഭിക്കാൻ പോകുന്നത്, അതോ ന്യായവിധിയോ എന്നുള്ള തീരുമാനിക്കാൻ ഉള്ള അവസരം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ തന്നെയാണ്. അപ്പൊ ഇവർ ചെയ്തിരുന്നൊരു കാര്യം, അവർ എന്ന് യൂദ വിശേഷിപ്പിക്കുന്ന ഈ നുഴഞ്ഞു കയറി വന്നിരുന്നവർ ചെയ്തിരുന്ന ഒരു കാര്യം, അവര് കർത്താവ് യേശു ക്രിസ്തുവിനെ നിഷേധിച്ചിരുന്നു. നിഷേധിക്കാന്ന് പറഞ്ഞാൽ അവർ കർത്തൃത്വത്തെ നിന്ദിക്കുകയാണ്. സഹോദരന്മാരെ, നമുക്ക് ഈ യേശു ക്രിസ്തുവിനെ നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലും ഒക്കെ നമ്മളൊക്കെ കർത്താവേ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നവരാ. ആ വിളി കേട്ടാൽ നമുക്കൊരു വേറെ മൂന്നാമത് ഒരുത്തര് തോന്നുന്നത് ഈ യേശു ക്രിസ്തുവിന്റെ വേറൊരു പേരാണോ ഈ കർത്താവ് എന്നുള്ള തോന്നത്തക്ക വിധത്തിൽ നാം എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് വിളിക്കും. കർത്താവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള ബോധ്യത്തിൽ നിന്നാണോ നമ്മൾ അങ്ങനെ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന്റെ സമസ്ത കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ലോർഡ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കില് ആ അർത്ഥത്തിലായിരിക്കണം കർത്താവേ എന്ന് യേശു ക്രിസ്തുവിനെ നമ്മൾ സംബോധന ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സംബോധന ചെയ്ത് കർത്താവിനെ നിഷേധിക്കാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതാണല്ലോ ഈ ദൈവദിനത്തിന്റെ എല്ലാം പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതം ഈ ദൈവദിനമായിട്ട് തുലനം ചെയ്യുമ്പോൾ എത്രത്തോളം ആയിരിക്കുന്നു എന്നുള്ളതിനെ അളക്കുന്നതിന് വേണ്ടി, പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ദൈവദിനത്തിന്റെ പഠനം. വാസ്തവത്തിൽ അത് അതിനുവേണ്ടി ആയിരിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അപ്പോ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുകയും എന്നാൽ ആ ലോർഡ്ഷിപ്പിനെ നമ്മൾ തള്ളിക്കളയും ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ ദൈവദിനം പരിശോധിക്കുമ്പം ഇപ്പൊ പത്രോസ് പോലും 2-3 സന്ദർഭങ്ങളിൽ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കുകയും കർത്താവിനെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. പത്രോസിന്റെ കാല് കഴുകാൻ വേണ്ടി യേശു ക്രിസ്തു വരുന്നു. ഉടനെ അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവേ നീ എൻ്റെ കാല് കഴുകരുതെന്നാണ്. നീ കർത്താവേ എന്ന് അവിടെ സംബോധന ചെയ്യുന്നു. അപ്പോ പത്രോസ് പറയുന്നത്, കർത്താവേ നീ എൻ്റെ കാല് കഴുകരുത്. വേറെ ഭാഗത്ത് പറയുന്നു, ക്രൂശീകരണത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് പറയുന്നു, കർത്താവേ നിനക്ക് അങ്ങനെ സംഭവിക്കരുത്. അപ്പം സംബോധന കർത്താവിൻ തന്നെയാണ്. പക്ഷെ ആ കർത്താവിന്റെ കർത്തൃത്വത്തിന് താൻ ആ സമയത്ത്, എന്നുവെച്ചാൽ പത്രോസ് അങ്ങനത്തെ ആളായിരുന്നു എന്നല്ല ഞാൻ സമർത്ഥിക്കുന്നത്, ആ സമയത്ത് കർത്താവെ എന്ന് വിളിക്കുകയും എന്നാൽ കർത്താവിന്റെ കർത്തൃത്വത്തിന് കീഴടങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് യേശു പറഞ്ഞു, കർത്താവെ നിനക്ക് അങ്ങനെ സംഭവിക്കരുത്. ക്രൂശീകരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു പറയുന്നു, സാത്താനെ നീ എന്നെ വിട്ടുപോ, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളത് തന്നെയാ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു താല്പര്യം, നമ്മൾ കർത്താവെ കർത്താവെ യേശു ക്രിസ്തുവിനെ സംബോധന വിളിക്കുകയും ചെയ്തിട്ട് യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്താതിരിക്കുകയും ചെയ്യുവാണെങ്കിൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ച പോലെ നാമും ഒരു സ്വപ്നാവസ്ഥയിൽ ആയിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഇവരെ ഒരു ന്യായവിധിക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. അതിന് 3 ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുണ്ടായി. നമ്മളിന്ന് അതിന്റെ 17-ാമത്തെ വാക്യം മുതലാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. 17-ാമത്തെ വാക്യത്തില് എഴുതിയിരിക്കുന്നത്, നിങ്ങളോ
മുമ്പേ പറഞ്ഞിരിക്കുന്നത് അവരെ കുറിച്ച്, അവർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 17ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നത് നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പി. നമുക്ക് ഈ ലോകത്തിൽ ഓർക്കാനുള്ള ഏറ്റവും പ്രധാനമായ ദൈവിക കാര്യം എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളാണ്. ഈ തിരുവെഴുത്തുകള് കർത്താവിന്റെ പ്രത്യേകിച്ച് പുതിയ നിയമ തിരുവെഴുത്തുകളെല്ലാം യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ടതാണ്. മറ്റുള്ള പഴയ നിയമ തിരുവെഴുത്തുകളിൽ ദൈവത്തിന്റെ പ്രവാചകന്മാർ മുഖാന്തരമാണ് മിക്ക തിരുവെഴുത്തുകളും എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ അപ്പോസ്തലന്മാർ മുഖാന്തരം പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുണ്ടായി. ഇനി അതിന്റെ 21ാമത്തെ വാക്യത്തിന്റെ 21ാം വാക്യത്തിന്റെ ആദ്യ പോലെ വായിക്കുന്നു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും, അത് നമ്മൾ എന്താണെന്ന് ഇന്നലെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്നല്ല. അത് തെറ്റായ ഒരു പഠിപ്പിക്കലോ തെറ്റായ ചിന്താഗതിയാണ്. അങ്ങനല്ല. ആത്മാവ് നാം പറഞ്ഞു, റോമാലേഖനത്തിലെ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുണ്ടായി. ആത്മാവ് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് താൻ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അത് ഒരു ശബ്ദം ഉണ്ടാകണമെന്നില്ല, വേർഡ്സ് ഉണ്ടാകണമെന്നില്ല, എന്നാൽ ഒരു ഞരക്കമാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ ഞരങ്ങിയതിനെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആത്മാവിലല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നു ആത്മാവിന്റെ ഞരക്കമുണ്ട്. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ ഞരക്കം അതെന്താണെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിനറിയാം. ആ 2ാമത്തെ ഭാഗം പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക, യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. ന്യായവിധി എന്നുള്ളത് കർത്താവ് യേശുക്രിസ്തു ഭൂമി വെള്ള സിംഹാസനം സ്ഥാപിച്ചിട്ട് ന്യായവിധി ദിവസമുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു, ദൈവം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കാൻ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് കൊടുത്തുമിരിക്കുന്നു. അപ്പോൾ ഒരു ന്യായവിധിയുണ്ട്. എന്നാൽ ഈ ന്യായവിധിയെ ജയിക്കുന്ന ഒരേ ഒരു കാര്യം കരുണയാണ്. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. അപ്പൊ ന്യായവിധിയെ ജയിക്കുന്നത് കരുണയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് നിത്യജീവനായിട്ട്, 21ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി. ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ കരുണയാണ് നമ്മളെ നിത്യജീവന് അവകാശികളാക്കി തീർക്കുന്നത്. അല്ലെങ്കിൽ കരുണയാണ് ഈ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നത്. ന്യായമായ വിധിയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായും നാം എല്ലാവരും നിത്യനാശത്തിന്, നിത്യ നരകത്തിന്, നിത്യ അഗ്നിക്ക്, നിത്യമായിട്ട് ജീവനിൽ അകന്നു പോകേണ്ടവരാണ്. എന്നാൽ ഈ കരുണയാണ് ഈ ന്യായവിധിയെ ജയിച്ച് നമ്മളെ നിത്യജീവൻ അവകാശിയാക്കി തീർക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഈ ന്യായവിധിയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത് കർത്താവിന്റെ കരുണയാണ്. അപ്പൊ ഈ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു, കരുണ യേശുവിന്റെ പഠിപ്പിക്കൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, കരുണ കാണിക്കുന്നവർക്ക്, അഥവാ കരുണയുള്ളവർക്ക് കരുണ ലഭിക്കും. നമ്മളും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാമും മറ്റുള്ളവരോട് എത്രമാത്രം കരുണ കാണിക്കുന്നോ അതിനനുസൃതമായി മാത്രമേ അതിന്റെ ആ തൂക്കത്തിന് മാത്രമേ, അതിന്റെ അളവിനനുസരിച്ച് മാത്രമേ ദൈവം നമ്മളോടും കരുണ കാണിക്കത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം അങ്ങനെ പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ ദൈവം നമ്മളോട് കാണിച്ച കരുണ മറ്റുള്ളവരോട് നമുക്ക് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നതിൽ നിന്ന് പിന്മാറും. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിരിക്കണം. ഇനി അതിന്റെ അടുത്ത ഭാഗം, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും. അപ്പൊ നമ്മൾ സൂക്ഷിക്കുന്നത്
ആരാ ഇത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്? അതാരാണ്? അത് മ്യൂട്ടാക്കുവോ? പാട്ടൊക്കെ നല്ലതായിരുന്നു, പക്ഷെ ആ പാടിയ അവസരം ഇച്ചിരി പെശകായിപ്പോയി. ശരി, നമുക്ക് അടുത്ത ഭാഗം ചിന്തിക്കാം. നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ, ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ അറിയുന്നതിനനുസൃതമായിട്ടാണ് നമ്മളെ സൂക്ഷിക്കാൻ കഴിയുന്നത്. അഥവാ ക്രിസ്ത്യ ജീവിതത്തിന്റെ നടപ്പ് എത്രത്തോളം ഫലവത്തായി തീരണമോ അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ നമ്മൾ അറിയുന്നതിനനുസരിച്ചാണ് ആ സ്നേഹത്തിന്റെ അറിവ്, ആ സ്നേഹത്തിന്റെ പരിജ്ഞാനം നമ്മൾക്ക് ലഭിക്കുന്നതിനനുസരിച്ചാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പുരോഗമനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ സ്നേഹം പോലും അത് അപ്പോസ്തലനായ പൗലോസ് ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, അത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കണം. ആ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ നമ്മൾക്ക് ദൈവം നമ്മളെ സഹായിക്കണം എന്ന് താൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നാം ചെയ്യണമെന്ന് ഇവിടെ യൂദായും തന്റെ എഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നു. ഇനി അതിന്റെ അടുത്ത ഭാഗം, സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുകയും ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുകയും ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് ഭയത്തോടെ കരുണ കാണിക്കുകയും. 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുകയും ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുകയും ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് ഭയത്തോടെ കരുണ കാണിക്കുകയും. കരുണയെക്കുറിച്ച് ആവർത്തിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കരുണ കാണിക്കുക, മറ്റുള്ളവർ കരുണ കാണിക്കുക. അപ്പൊ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുകയും കരുണ ചെയ്യുകയും. ചിലർക്ക് ഈ പല കാര്യങ്ങളിലും സംശയമുണ്ട്. ഈ ഐഹിക ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ, സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ ആയ ഓരോ പ്രയാസങ്ങൾ വരുമ്പം ചില ആളുകൾ സംശയിക്കാറുണ്ട്, അത് പൂർവികന്മാർ ചെയ്ത ഏതെങ്കിലും പാപത്തിൻ്റെയോ തെറ്റിൻ്റെയോ അനന്തരഫലമായിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇത് ഏതെങ്കിലും പൂർവികന്മാർ ചെയ്ത കാര്യങ്ങളുടെ ഇത് ശാപമാണ് എന്ന് പഠിപ്പിക്കുന്ന അനേകർ ഇന്ന് ഈ നമ്മുടെ ചുറ്റുപാട് തന്നെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ശാപമാണ്. അങ്ങനെ ശാപം മുറിക്കുന്നവരും ശാപം ഇല്ലാതെ ആക്കുന്നവരും ഒക്കെ വളരെ സജീവമായിട്ട് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരിക്കലും ദൈവം മനുഷ്യനെ ശപിച്ചിട്ട് ഇല്ല. ദൈവം മനുഷ്യനെ ശപിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പോലും അവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യനെ അല്ല ദൈവം ശപിച്ചത്. ദൈവം ഭൂമിയെ ശപിച്ചു, പാമ്പിനെ ശപിച്ചു, മനുഷ്യനെ ശപിച്ചില്ല. സ്ത്രീയെയും ആദാമിനെ ഹവ്വായെയും ദൈവം ശപിച്ചിട്ടില്ല, അവരെ ദൈവം അനുഗ്രഹിക്കുക ചെയ്തത്. കാരണം അവരെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഒരിക്കൽ അനുഗ്രഹിക്കും, പിന്നീട് ഒരിക്കൽ ശപിക്കുകയും ചെയ്യുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവം പറഞ്ഞത്, ആ പറഞ്ഞ വാക്കിന് ഒരു കാലത്തും ഈ ആകാശം ഭൂമി മാറിയാലും മാറ്റമില്ല. അവൻ അവരെ അനുഗ്രഹിച്ചു, അവർക്ക് ദൈവം ആദാമെന്ന് പേരിട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ അനുഗ്രഹിച്ച മനുഷ്യനെ പിന്നെ അവര് പറഞ്ഞ കേൾക്കാതെ ചെയ്തപ്പോൾ അനുസരണക്കേട് കാണിച്ചു അവരെ ശപിച്ചു എന്ന് ഒരിക്കലും അല്ല. ദൈവം അങ്ങനത്തെ ദൈവമല്ല. ദൈവം ആരാണെന്ന്, ദൈവം എന്താണെന്ന് ഉള്ള പരിജ്ഞാനത്തിന്റെ കുറവിൽ നിന്നാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ദൈവം ഒരിക്കൽ ഉവ്വ് എന്നും ഒരിക്കൽ ഇല്ല എന്നുമല്ല. ഉവ്വ് എന്നും ഇല്ല എന്നുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ ശപിച്ചില്ല, ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ശാപം എന്നൊരു കാര്യം ഇല്ല. എന്നാൽ ഇല്ല എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിന് കീഴിൽ ആ ശാപം ഉണ്ടായിരുന്നാലും, ന്യായപ്രമാണത്തിന് കീഴിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 2-ാം പകുതി ശാപത്തിന്റെ ഒരു ലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അത് ന്യായപ്രമാണം ഇതിൽ എഴുതിയിരിക്കുന്നത് ഒക്കെയും പ്രമാണിക്കാതെ അതിൽ നിലനിൽക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ആ ന്യായപ്രമാണത്തിന്റെ പ്രമാണപ്രകാരം നിലനിൽക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ ആ ശാപവും
യേശു ക്രിസ്തു മരത്തിന്മേൽ തൂങ്ങിയത് കൊണ്ട് യേശു ആ ശാപം ഏറ്റെടുത്തു. അവിടെ നമ്മൾ ഗലാത്യയിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ആണല്ലോ എഴുതിയിരിക്കുന്നത്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ശാപങ്ങൾക്കും ക്രിസ്തു പരിഹാരം വരുത്തി. ശാപം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. അത് ഒരു വസ്തുവിന്റെ നിഴൽ പോലെയാണത്. ഒരു വസ്തു ഇപ്പൊ ഒരു ഒരു ഓറഞ്ച് നമ്മുടെ ലൈറ്റുള്ള സമയത്ത് ഒരു ഓറഞ്ച് മേശപ്പുറത്ത് വെക്കുകയാണ് സങ്കല്പിക്കുക. അതിന്റെ ഒരു നിഴല് അതിന്റെ അപ്പുറത്തുണ്ടാവും. അപ്പൊ ഈ നിഴലിന് സ്വയമായി നിലനിൽക്കാൻ കഴിയത്തില്ല. ഈ ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ആ വസ്തുവിന്റെ നിഴലുള്ളൂ. ഈ വസ്തു മാറിക്കഴിഞ്ഞാൽ നിഴലും മാറും. ഈ നിഴലിന് സ്വയമായിട്ട് നിലനിൽക്കാൻ കഴിയാത്തതുപോലെ ശാപത്തിന് ഒരിക്കലും സ്വയമായിട്ട് നിലനിൽക്കാൻ കഴിയത്തില്ല. കാരണം ശാപം നിലനിൽക്കണമെങ്കിൽ പാപം വേണം. ആ പാപത്തിന്റെ അനന്തരഫലമായിട്ടാണ് ശാപം. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ചു എന്ന് പറഞ്ഞാൽ ആ പാപത്തിന്റെ അനന്തരഫലമായിട്ട് ഉള്ള നിഴൽ എന്നതുപോലെയുള്ള ആ ശാപവും ആ യേശു ക്രിസ്തു തന്റെ മരണത്താൽ ക്രൂശിൽ ചുമന്നൊഴിച്ചു കഴിഞ്ഞു, മാറ്റി. ഇനി ഒരു ശാപവും മനുഷ്യരുടെ മേൽ ഇല്ല. പാപം ഉണ്ടായിരുന്നു. ആ പാപം യേശു ക്രിസ്തുവിലെ വിശ്വാസം മൂലം ദൈവം ആ വിശ്വസിക്കുന്നവർക്ക് ആ പാപം കണക്കിടാതിരിക്കുന്നത് പോലെ ആ പാപം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് പാപം മായ്ച്ചു കളഞ്ഞതുപോലെ ആ പാപം മായ്ക്കപ്പെട്ടപ്പോൾ അതിന്റെ അനന്തരഫലമായ ശാപവും മായ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ പാപത്തിന്റെ ശാപം ഒരു മനുഷ്യന്റെ മേലും ഇല്ല. അപ്പോ ഈ ഒരു കാര്യങ്ങള് ഒക്കെ അറിയാൻ വയ്യാതെ ചില സംശയങ്ങള് ചോദിക്കുന്നവരും ചിന്തിക്കുന്നവരും ഇന്നും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വ്യാജമായ അതിന്റെ ബോധ്യത്തോടു കൂടി അല്ലാതെ പറയുന്ന ആളുകളുടെ ഉള്ളിലും ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്തെങ്കിലും കാര്യം കാണുമ്പോൾ അതാണോ ഇതാണോ എന്നുള്ള സംശയങ്ങൾ. അങ്ങനെ സംശയിക്കുന്ന ചിലരോട് ഇവിടെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? സംശയിക്കുന്ന ചിലരോട് കരുണ ചെയ്യുകയും ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുകയും. തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ പണ്ടൊക്കെ അടുപ്പ് ഇപ്പോൾ അങ്ങനെ സർവ്വസാധാരണമായിട്ടില്ലല്ലോ. ഈ ചെമ്പടുപ്പ്, ചെമ്പിന്റെ അടുപ്പിൽ അല്ലെ നമ്മുടെ വീട്ടിലെ തീ കത്തിച്ചിരുന്ന പണ്ടത്തെ വിറക് കൊണ്ട് കത്തിച്ചിരുന്ന അടുപ്പിൽ നിന്ന് പോലും ഒരു കത്തുന്ന ഒരു തീക്കൊള്ളി ആ അടുപ്പിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റണമെങ്കിൽ പോലും വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. എന്നിട്ട് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് കരുണ കാണിപ്പിൻ. ഈ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവര് ജഡത്താൽ കറ പിടിച്ച അങ്കിയാൽ ആണ് ഇവർക്ക് തീ പിടിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരോട് ജലത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് കരുണ കാണിപ്പിൻ. ഈ തീ കൊള്ളി, ഈ കത്തിയ തീയിൽ അകപ്പെട്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിയെ വലിച്ചെടുക്കുമ്പോൾ ജഡത്താൽ കറ പിടിച്ച അങ്കിയാണ് ആ മനുഷ്യനുള്ളത്. ആ ജഡത്താൽ കറ പിടിച്ച അങ്കി പകയ്ക്കണം. ആ അങ്കി പകച്ചുകൊണ്ട് വേണം നമ്മൾ അപ്പം തന്നെ നമ്മൾ കരുണ കാണിക്കണം അവരോട്. ആ കരുണ കാണിക്കുമ്പം ഇവരുടെ ഈ ജഡീകമായ സ്വഭാവത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ടല്ല, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ആ സ്വഭാവത്തെ നമ്മൾ അംഗീകരിക്കുകയല്ല, ആ ജീവിത ശൈലിയെ നമ്മൾ അഭിനന്ദിക്കുകയല്ല, നേരെ മറിച്ച് അവരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം വളരെ കരുതലോടെ വേണം ഈ കാര്യം ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു ഭാഗത്ത് വായിക്കുന്നത് നീയും ശിക്ഷാവിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോളണം. അപ്പൊ ഇവരുടെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുന്ന ഒരു മനുഷ്യനെ, അല്ലെ ജഡത്താൽ കറ പിടിച്ചു പോയ ഒരു മനുഷ്യനെ വലിച്ചെടുത്ത് രക്ഷിക്കുമ്പം വളരെ സൂക്ഷ്മതയോടെ വേണം ഈ കാര്യം ചെയ്യാൻ. ചിലർ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പി, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് ഭയത്തോടെ കരുണ കാണിപ്പിൻ. ഭയത്തോടെ വേണം കരുണ കാണിക്കാൻ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ തീ ഒരു അടുപ്പ്, ഞാൻ പറഞ്ഞല്ലോ, അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കൊള്ളി പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ സാരിയിലോ
അല്ലെങ്കിൽ മുണ്ടയിലോ ഒക്കെ പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധ്യത എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഭയം എനിക്ക് വേണം. ഈ തീ കത്തുന്ന ഒരു കൊള്ളി, കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കൊള്ളി അടുപ്പിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ എനിക്കും ഈ തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്നുള്ള ഒരു ഭയം, ആ ഒരു ഭയത്തോടെ വേണം കരുണ കാണിക്കുന്നത്. നമ്മൾ കരുണ കാണിക്കണം. കരുണ കാണിക്കുമ്പോൾ തന്നെ ഈ ഭയത്തോടെ വേണം ഈ കരുണ കാണിക്കാൻ. അപ്പോ ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിജയകരമായ ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ഈ വചന കേൾവി നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത സമയത്ത് ദൈവം അനുഗ്രഹിക്കുന്ന പക്ഷം നമുക്ക് വീണ്ടും ഈ കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് ആശിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുമോ? ആരാ പ്രാർത്ഥിക്കുന്നേ? സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ഇടകളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ മഹാസ്നേഹത്തിനായിട്ട് സ്തോത്രം. അപ്പൊ ഞങ്ങൾ കേട്ട ഈ വചനം പോലെ തന്നെ കർത്താവെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാൻ കർത്താവ് ഞങ്ങളെ വാൺ ചെയ്തതുപോലെ ഇപ്പൊ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ വിവേചിച്ചറിയാൻ ഇടയൊക്കെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എന്റെ ദൈവം അവസാനം വരെ വിശ്വസ്തയോടെ നിൽക്കാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ആശ്രയിക്കാൻ. അപ്പൊ ഇത് ഞങ്ങളുടെ ദേശമല്ല, ഞങ്ങൾ ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കാൻ, ഉയരത്തിലുള്ളത് ചിന്തിക്കണമെന്ന് ഞങ്ങളോട് അരുളിച്ചെയ്ത കർത്താവ് പറഞ്ഞ പോലെ അപ്പൊ ഉയരത്തിലേക്ക് നോക്കുവാൻ ഞങ്ങൾ അങ്ങയോട് കൂടെയുള്ള നിത്യമായിട്ടുള്ള കർത്താവെ, ഞങ്ങളും അങ്ങുമായിട്ടുള്ള ബാന്ധവത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നവരായി തീരുവാൻ ഇടയാകണമേ കർത്താവെ. അതുപോലെ അടിയങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ജനത്തോട് കരുണ കാണിപ്പാൻ കർത്താവെ, അങ്ങയുടെ വലിയ കൽപ്പന പോലെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ, അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുണ കാണിപ്പാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആകയാലപ്പ ഞങ്ങൾ ഓരോരുത്തരോട് ഇടപെടുമ്പോൾ കർത്താവെ, ആ സംശയിക്കുന്നവരാ ചിലരോട് കരുണ കാണിപ്പാൻ, സത്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അതേസമയം സ്നേഹത്തിൽ സത്യം സംസാരിക്കുവാനോ കർത്താവെ, അവരുടെ ജീവിത ശൈലിയോ അവരുടെ ലോകത്തിന്റെ നടപ്പോ ഞങ്ങൾ ഫോളോ ചെയ്യാതെ കർത്താവെ, ആ ജഡത്താക്കർ അവിടെ ചങ്കി പോലും പകച്ചുകൊണ്ട് അവരോട് കരുണ കാണിപ്പാൻ, എത്ര ദുർഘടമായിട്ടാണ് അപ്പൊ ചെളിയിൽ നിന്നൊരു വ്യക്തി പുറത്തെടുക്കുമ്പോ അപ്പൊ ഞങ്ങളുടെ കാര്യത്തിൽ ചെളി പറ്റുമെന്നുള്ള ചിന്തയോടെ തന്നെ ഭയത്തോടെ ചിലരോട് കരുണ കാണിപ്പാൻ കർത്താവ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ശാപത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ ഞങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ് സ്തോത്രം കർത്താവെ. ഞങ്ങൾ ഇപ്പോഴും കേട്ടതുപോലെ അപ്പൊ ആ നിഴലിന്റെ കർത്താവെ, ഒരു വസ്തുവില്ലാതെ നിഴലില്ലെന്ന് പറയുന്ന പോലെ ന്യായപ്രമാണ സംബന്ധമായി ഞങ്ങൾ മരിച്ചിരിക്കുകൊണ്ട് കർത്താവെ, ആ ശാപത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കിയല്ലോ. അതിനായിട്ട് അപ്പൊ അങ്ങ് ഞങ്ങളുടെ ആ അപഭാരങ്ങളെല്ലാം ഏറ്റെടുത്തോണ്ട് ഞങ്ങളുടെ ശിക്ഷയും ചുമന്ന കർത്താവെ, അങ്ങ് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് ഞങ്ങളും അങ്ങയോട് കൂടെ ആ ക്രൂശിൽ മരിച്ചിരിക്കാതെ പാപത്തിൽ ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ. അപ്പോഴും ഞങ്ങളുടെ ആ ജഡം ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുപ്പിച്ച ഭയത്തോടും വിറയലോടും കൂടി പ്രവാസകാലം കഴിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതാ കേൾക്കുന്ന വചനങ്ങളെല്ലാം അനുസരിപ്പാൻ ഞങ്ങൾ ബാധ്യതയുള്ളവരാണ് കർത്താവെ. കേട്ടു മറക്കുന്നവരായിട്ട് എന്നത് ചെയ്യുവാൻ അടിയൊക്കെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം. അതാ ഞങ്ങളുടെ എല്ലാ ബലഹീനതയോടും കൂടെ പിന്നെ മുമ്പാകെ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ. അങ്ങയുടെ കൃപയില്ലാതെ കരുണയില്ലാതെ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും ക്രിസ്തുവിൽ ജീവിക്കാൻ കഴിയത്തില്ല കർത്താവെ. അങ്ങയോട് പറ്റിച്ചേർന്നിരുന്ന അങ്ങയുടെ ഫലം കായ്പാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. അതൊരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന നിരന്തരം അങ്ങയുടെ പറ്റിയിരുന്നോണ്ട് കർത്താവെ, അങ്ങയുടെ ഫലം കായ്ക്കുന്നവരാ ഫലം നിലനിൽപ്പാൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്നല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. കേട്ട വചനങ്ങൾക്കായിട്ട് പാവങ്ങളോട് കർത്താവിടെ വിടുന്നതിനായിട്ട് എല്ലാം സ്തോത്രം ചെയ്യുന്നു. കേട്ട് ഞങ്ങളിൽ ഓരോരുത്തരും ഇത് ആത്മാവും ജീവനുമായി തീർന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങേക്കായിട്ട് ഞങ്ങൾ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ കർത്താവ്. അത് ഓർത്തടിയങ്ങളെ സമർപ്പിച്ച് അങ്ങേക്ക് വേണ്ടി തന്നെ ജീവിക്കാൻ ഏൽപ്പിച്ച കർത്താവെ, പരീക്ഷകളിൽ നിന്നൊക്കെ ഞങ്ങളെ വെടിവെക്കാൻ കഴിയുന്നവൻ, അന്ത്യത്തോളം വിശ്വസ്തയോടെ ഞങ്ങളെ വീഴാതെ വിട നിർത്താൻ കഴിയുന്ന കർത്താവിന്റെ സകല മാനവമാർഗം പുകഴ്ച അർപ്പിക്കുന്നപ്പം എല്ലാത്തിനും ഞങ്ങൾക്കായിട്ട് ജീവൻ എത്തുന്ന കർത്താവ്, അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന കർത്താവിന് നന്ദി പറഞ്ഞ കർത്താവ് യേശുവിന്റെ നാമത്തിന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ആരാ പാട്ട് പാടുന്നേ? സാധാരണ പാട്ട് പാടലുണ്ടല്ലോ.
വിലപ്പൊഴിയും കാലങ്ങൾക്കപ്പുറം തരികളിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. വിലപ്പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. വിലപ്പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടതോർക്കണം. വിശ്വാസമോടെ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേ. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപ്പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. തിരുവാതിരകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. വിശ്വാസമോടെ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപ്പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. താങ്ക് യു. ശരി, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കുന്ന പക്ഷം നാളെ നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് കൂടാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പറഞ്ഞ സുഖമില്ല. ഇതൊക്കെ എന്റെ ബുദ്ധിമുട്ടൊന്നും പറയാൻ തന്നെ പറ്റുന്നില്ല.
പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം. പ്രാർത്ഥി- പ്രാർത്ഥിക്കട്ടെ സിസ്റ്ററെ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ദൈവമേ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവ്. പ്രിയ സഹോദരിയെ കർത്താവെ അങ്ങ് മുറ്റുമായി അറിയുന്നല്ലോ കർത്താവെ. അടികളെക്കാൾ അങ്ങ് പൂർണ്ണമായി ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും പരിശോധിക്കുന്ന ദൈവമേ പിതാവെ അങ്ങായിരിക്കാൻ സ്തോത്രം കർത്താവെ. താൻ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങ് നന്നായി അറിയുന്ന പിതാവായിരിക്കാൻ സ്തോത്രം കർത്താവെ. കർത്താവെ അടികൾ മൺപൊടി അങ്ങ് വിചാരിക്കുന്നല്ലോ കർത്താവെ. കഴിയുന്നതിന് മീതെ ബുദ്ധിമുട്ട് വരാതെ ദൈവം കാക്കുന്ന ഓർത്ത് സ്തോത്രം കർത്താവെ. അവിടുത്തെ കൃപ തരണമേ കർത്താവെ. അവിടെ നടന്ന എല്ലാ വഴികളിലും സന്തോഷത്തോടെ പെറുവില്ലാതെ നടത്താൻ തക്കോണം ദൈവത്തിന്റെ കർത്താവെ കൃപ അടികൾ വേലിച്ചു വരണമേ കർത്താവെ. സൗകര്യായി അവിടുത്തെ കരുത്തേൽപ്പിക്കുന്ന കർത്താവെ. ദൈവം ആശ്വസിപ്പിക്കും കർത്താവ്, സഹായിക്കും ചെയ്യണേ കർത്താവെ. കർത്താവെ ഹൃദയത്തിൽ ദൈവിക സമാധാനം സ്വസ്ഥയും കൊടുത്ത് ശരീരത്തെ ദൈവം ആശ്വസിപ്പിച്ച് സഹായിക്കണേ കർത്താവെ. അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്ന സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ. Amen. Thank you, brother. Thank you very much. This is tomorrow. ബ്രദറെ തരാം. നമ്മളോട് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യിക്കാമേ. അതെ. ഇതൊന്ന് അയച്ചു. എങ്ങനെ എവിടെയാണ് പാർട്ടിച്ചു കണ്ടൂടെ ഇത്രയും നേരം? പിന്നെ പപ്പടത്തെ ആർക്കാ ഗ്രൂപ്പിലേക്കല്ലേ ഇടുന്നത്? പുള്ളിക്കാരി അത് പെട്ടെന്ന് കിട്ടില്ല. അതൊക്കെ എങ്ങനെയാണ് സേവ് ചെയ്തത്?
Okay.